Hi, welcome all to Sunu's Bios video. Plus 1 Zoology Excretory products and their elimination in the chapter part 2 video ആണ് ഇത്. Ammonotelism, uricotelism, ureotelism, human excretory system, that is structure of nephron, urine formation എന്നീ ടോപ്പിക്കുകൾ പാർട്ട് 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ വീഡിയോയിൽ പാർട്ട് 2-ൽ regulation of kidney function, function of ADH and ANF, renin-angiotensin mechanism, disorders of the excretory system, uremia, glomerulonephritis എന്നിവയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ട് വീഡിയോകളും വളരെ കൃത്യമായി കേട്ടും കണ്ടും പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് നേടാവുന്നതാണ്. കൂടുതൽ സമയമെടുത്താലും എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഈ രണ്ട് വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും മുഴുവൻ വീഡിയോയും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. മെക്കാനിസം ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ്, ആ പ്രോസസ്സിൻ്റെ ഡയഗ്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് വെള്ളം എവിടെ റീഅബ്സോർബ് ചെയ്യുന്നു, അയോണുകൾ എവിടെ റീഅബ്സോർബ് ചെയ്യുന്നു എന്നിവ സസൂക്ഷ്മം നിരീക്ഷിക്കുക. അവസാനം കളക്ടിംഗ് ട്യൂബ്യൂളിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് യൂറിൻ എത്തുന്നത് വരെ എന്തെല്ലാം പ്രക്രിയയാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. Now let us go to first question. Name two mechanisms which control kidney function. First one, controlled by ADH, antidiuretic hormone, and second one, controlled by JGA, juxtaglomerular apparatus. Second question, expand ADH, antidiuretic hormone. It is otherwise called vasopressin. Third question, what is ADH? ADH is a peptide neurohormone. It is produced in the neurohypophysis of hypothalamus of the brain. It is released into the bloodstream from the pituitary gland. ശരീരത്തിൽ നിന്ന് അമിതമായ ദ്രവനഷ്ടമുണ്ടാകുമ്പോൾ ഹൈപ്പോതലാമസ് ഉത്തേജിപ്പിക്കപ്പെടുന്നു. തന്മൂലം ന്യൂറോഹൈപ്പോഫൈസിസിൽ നിന്ന് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ സ്രവിക്കുന്നു. ADH ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് നേരിട്ട് രക്തത്തിലേക്ക് കലരുന്നു. Fourth question, what is the function of ADH? The permeability of the DCT, distal convoluted tubule, collecting tubules and collecting ducts are controlled by ADH. വൃക്ക നളികയുടെ അന്തിമ ഭാഗങ്ങളായ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, കളക്ടിംഗ് ട്യൂബ്യൂൾസ് ആൻഡ് കളക്ടിംഗ് ഡക്റ്റ് എന്നിവയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം റീഅബ്സോർപ്ഷൻ ADH സുഗമമാക്കുന്നു. അങ്ങനെ മൂത്രവർദ്ധനം അതായത് ഡയൂറസിസ് തടയുന്നു. Question number 5. How kidney regulates high water content of the body? When water content of the body is high, ADH is not produced. DCT and other collecting tubule remain less permeable to water, so water is not reabsorbed. Filtrate becomes more dilute. Urine becomes hypotonic. ശരീരദ്രവത്തിൻ്റെ അളവിലുണ്ടാകുന്ന വർധനവ് ADHൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നു. ഇത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലൂടെയും കളക്ടിംഗ് ട്യൂബ്യൂളിലൂടെയും വെള്ളത്തെ പുനരാകിരണം ചെയ്യുന്നത് തടയുന്നു. അങ്ങനെ മോർ ഡൈല്യൂട്ട് ഫിൽട്രേറ്റ് ഉണ്ടാവുകയും യൂറിൻ ഹൈപ്പോട്ടോണിക് ആകുകയും ചെയ്യുന്നു. ഹൈപ്പോട്ടോണിക് യൂറിനിൽ കൂടുതൽ വെള്ളവും കുറച്ച് അയോണുകളും മാത്രമേ കാണപ്പെടുന്നുള്ളൂ. Question number 6. How kidney regulate low water content of the body? When water content of the body is low, ADH is produced. DCT and other collecting tubules become permeable to water. Water is reabsorbed from the filtrate. Urine becomes hypertonic. ശരീരദ്രവങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ, അതായത് രക്തത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ADH ഉൽപ്പാദിപ്പിക്കുന്നു. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും കളക്ടിംഗ് ട്യൂബ്യൂളും വെള്ളത്തെ പുനരാകിരണം ചെയ്യാനായിട്ട് പെർമിയബിൾ ആകുന്നു. സോ വാട്ടർ ഈസ് റീഅബ്സോർബ്ഡ് ഫ്രം ദ ഫിൽട്രേറ്റ് ആൻഡ് യൂറിൻ ബിക്കംസ് ഹൈപ്പർടോണിക്. ഹൈപ്പർടോണിക് യൂറിനിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം സാന്ദ്രത അല്ലെങ്കിൽ ഗാഢത കൂടുതലായിരിക്കും. 7th question, how ADH affects kidney function by its constrictory effects on blood vessels. ADH affects the kidney function by constricting blood vessels. Constriction causes increase in blood pressure. This will lead to an increase in glomerular blood flow
and thereby glomerular filtration rate or GFR. രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കാനുള്ള ADHന്റെ കഴിവ് കിഡ്നി പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. ഗ്ലോമറുലസിലെ ബ്ലഡിൻ്റെ മർദ്ദം കൂടുന്നതിന് കാരണമാക്കുന്നു. കാരണം ബ്ലഡ് വെസൽ സങ്കോചിക്കുന്നു, കൺസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഇത് രക്തമർദ്ദത്തിൽ വർധനവ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഗ്ലോമറുലസിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നു. ഇത് പിന്നീട് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടുന്നതിന് കാരണമാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ഈസ് JGA? Juxtaglomerular apparatus. 9th question. Name multi-hormonal system where JGA operates. Renin, angiotensin, aldosterone system. Otherwise, RAS. RAAS. Renin, angiotensin, aldosterone system. Question number 10. Name an enzyme that acts as hormone. Renin. RENIN. സ്പെല്ലിംഗ് നോക്കണം. വേറൊരു റെനിനുണ്ട്, RENNIN. അതൊരു പ്രോട്ടിയോലിറ്റിക് എൻസൈമാണ്. അത് ഡൈജഷൻ ലെസണിലാണ് വരുന്നത്. മിൽക്ക് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്നത് RENIN. Question number 11. How JGA works when glomerular blood flow is low? Or how JGA works when glomerular blood pressure is low? Or how JGA works when GFR or glomerular filtration rate is low? മൂന്നെണ്ണത്തിനും ഒരേ ആൻസറാണ്. 8 പോയിൻറ്റ്സ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. When glomerular blood flow is low, first point, JG cells, juxtaglomerular cells, release renin into the blood. Second point, renin converts plasma protein angiotensinogen into angiotensin 1. Third step, renin converts angiotensin 1 to angiotensin 2. വളരെ സങ്കീർണമായ നിയന്ത്രണ ചുമതലയാണ് JGA വഹിക്കുന്നത്. ഗ്ലോമറുലസിലെ രക്തപ്രവാഹം കുറയുമ്പോൾ, അല്ലെങ്കിൽ ഗ്ലോമറുലസിലെ രക്തമർദ്ദം കുറയുമ്പോൾ, അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പോൾ, ഇവയിൽ ഏതെങ്കിലുമുള്ള കുറവ് JG കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ റെനിൻ പുറപ്പെടുവിക്കുന്നു. ഇത് രക്തത്തിലുള്ള ആൻജിയോടെൻസിനോജൻ എന്ന എൻസൈമിനെ ആൻജിയോടെൻസിൻ 1 ആക്കുന്നു. പിന്നീട് അതിനെ ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുന്നു. ഇനി നമുക്ക് 4ാമത്തെ പോയിന്റിലേക്ക് പോകാം. ആൻജിയോടെൻസിൻ 2 ഇൻക്രീസസ് ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ. ഗ്ലോമറുലസിലൂടെയുള്ള രക്തത്തിൻ്റെ പ്രഷർ കൂട്ടുന്നു. 5ാമത്തെ പോയിന്റ്, ഇറ്റ് ഇൻക്രീസസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് വർദ്ധിപ്പിക്കുന്നു. 6ാമത്തെ പോയിന്റ്, ആൻജിയോടെൻസിൻ 2 ആക്ടിവേറ്റ്സ് ദ അഡ്രീനൽ കോർട്ടെക്സ് ടു റിലീസ് ആൾഡോസ്റ്റിറോൺ. ആൻജിയോടെൻസിൻ 2 അഡ്രീനൽ കോർട്ടെക്സ്, അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പുറമെയുള്ള ഭാഗത്തെ ആൾഡോസ്റ്റിറോൺ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. 4, 5, 6 പോയിന്റുകൾ ഒന്നുകൂടി വിശദീകരിക്കാം. ആൻജിയോടെൻസിൻ 2 വളരെ ശക്തിയേറിയ ഒരു കുഴൽ സങ്കോചിനി അല്ലെങ്കിൽ വാസോ കൺസ്ട്രക്ടർ, രക്തക്കുഴൽ സങ്കോചിനിയാണ്. അത് ഗ്ലോമറുലസിലെ രക്തമർദ്ദം കൂട്ടുന്നു. അങ്ങനെ GFR കൂടുന്നു. കൂടാതെ ആൻജിയോടെൻസിൻ 2 അഡ്രീനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിച്ച് ആൾഡോസ്റ്റിറോൺ പുറപ്പെടുവിക്കുന്നു. 7ാമത്തെ പോയിന്റ്, ആൾഡോസ്റ്റിറോൺ കോസസ് reabsorption of Na+ and water from the distal parts of the tubule. This also leads to an increase in blood pressure and GFR. 8th point, this complex mechanism is known as renin-angiotensin mechanism. ആൾഡോസ്റ്റിറോൺ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലുള്ള സോഡിയം അയോൺ, ജലം എന്നിവയുടെ പുനരാഗീരണത്തിന് റീഅബ്സോർപ്ഷന് കാരണമാക്കുന്നു. ഇത് രക്തമർദ്ദം ബ്ലഡ് പ്രഷർ കൂട്ടുന്നു, GFR വർദ്ധിക്കുന്നു. ഈ സങ്കീർണ സംവിധാനം റെനിൻ ആൻജിയോടെൻസിൻ സംവിധാനം എന്നറിയപ്പെടുന്നു. Question number 12. How JGA works when glomerular blood volume is high? Or how JGA works when glomerular blood pressure is high? Or how JGA works when GFR is high?
During increase of blood volume and blood pressure or increase in GFR, there are four main steps taking place. First one, the wall of the atria of the heart release a hormone called ANF, atrial natriuretic factor. Second one, ANF inhibits the release of renin from the JGA. ബ്ലഡ് വോള്യം കൂടുമ്പോഴും ബ്ലഡ് പ്രഷർ കൂടുമ്പോഴും ഹൃദയത്തിലെ ഏട്രിയത്തിലേക്കുള്ള രക്തപ്രവാഹം കൂടുന്നു. ഹൃദയം ഏട്രിയൽ നാട്രിയൂററ്റിക് ഘടകം അല്ലെങ്കിൽ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ ANF പുറപ്പെടുവിക്കുന്നു. മാത്രമല്ല JGA സെൽസിൽ നിന്നും റെനിൻ പുറപ്പെടുവിക്കുന്നത് ANF തടയുന്നു. തേർഡ് പോയിന്റ്, ANF also causes vasodilation, dilation of blood vessels and thereby decrease the blood pressure. Fourth point, ANF mechanism acts as a check on the renin-angiotensin mechanism. ANF രക്തക്കുഴൽ വികാസത്തിന് അല്ലെങ്കിൽ വാസോഡൈലേഷന് കാരണമാകുന്നു. തൽഫലമായി രക്തമർദ്ദം കുറയുന്നു, ബ്ലഡ് പ്രഷർ കുറയുന്നു. അതിനാൽ ANF സംവിധാനം റെനിൻ ആൻജിയോടെൻസിൻ സംവിധാനത്തിൻ്റെ പരിശോധനാ സംവിധാനമായി വർത്തിക്കുന്നു. അതായത് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന മെക്കാനിസമായി പ്രവർത്തിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13, RAS is associating excretory system with the circulatory system. Justify this statement with reasons. RAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്റിറോൺ സിസ്റ്റം. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്ന് ആദ്യം എഴുതണം. So the statement is correct. So first we have to write yes. Then we have to write reason. During the increase of blood volume and blood pressure, the wall of the atria of the heart release a hormone called ANF, atrial natriuretic factor. ഹൃദയത്തിലെ ഏട്രിയത്തിലേക്കുള്ള രക്തപ്രവാഹം കൂടുമ്പോൾ ഹൃദയം ഏട്രിയൽ നാട്രിയൂററ്റിക് ഘടകം അല്ലെങ്കിൽ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ പുറപ്പെടുവിക്കുന്നു. ANF inhibits the release of renin from the JGA and thereby inhibits sodium chloride reabsorption by the collecting duct and reduces aldosterone release from adrenal gland. ANF also causes vasodilation, that is dilation of blood vessels, and thereby decrease the blood pressure. ഹൃദയത്തിലെ ഏട്രിയത്തിലേക്കുള്ള രക്തപ്രവാഹം കൂടുമ്പോൾ ഹൃദയം ഏട്രിയൽ നാട്രിയൂററ്റിക് ഘടകം അല്ലെങ്കിൽ ANF പുറപ്പെടുവിക്കുന്നു. ഇനി ANF എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. JGA സെൽസിൽ നിന്നും റെനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയ്ക്കുന്നു. റെനിൻ ഉൽപ്പാദനം കുറയുമ്പോൾ കളക്റ്റിംഗ് ഡക്റ്റിലൂടെയുള്ള സോഡിയം ക്ലോറൈഡിൻ്റെ റീഅബ്സോർപ്ഷൻ കുറയുന്നു. അതോടൊപ്പം റെനിൻ്റെ അളവ് കുറയുമ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ആൾഡോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. ANF ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ രക്തക്കുഴൽ വികാസത്തിന് വാസോഡൈലേഷന് കാരണമാകുന്നു. തൽഫലമായി രക്തമർദ്ദം കുറയുന്നു. അതിനാൽ ANF സംവിധാനം റെനിൻ ആൻജിയോടെൻസിൻ സംവിധാനത്തിൻ്റെ പരിശോധനാ സംവിധാനമായി വർത്തിക്കുന്നു. സോ RAS ഈസ് അസോസിയേറ്റിംഗ് എക്സ്ക്രീറ്ററി സിസ്റ്റം വിത്ത് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി പറയാൻ പോകുന്നത് ഡിസോർഡേഴ്സ് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. Name 3 disorders of excretory system. 1. Uremia. 2. Renal calculi. 3. Glomerulonephritis. Question number 15. What is uremia? Accumulation of urea in blood due to malfunctioning of kidney is called uremia. It is highly harmful. It may lead to kidney failure. വൃക്കകളുടെ ക്രമരഹിത പ്രവർത്തനം മൂലം യൂറിയ രക്തത്തിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതാണ് യുറീമിയ. ഇത് വളരെ ഹാനികരവും വൃക്കകൾ പ്രവർത്തനരഹിതമാകുന്നതിലേക്ക് നയിക്കുന്നതുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. നെയിം ദ പ്രോസസ് ഓഫ് റിമൂവിംഗ് എക്സസ് യൂറിയ ഫ്രം ദ ബ്ലഡ് ഇൻ കിഡ്നി ഫെയിലിയർ പേഷ്യൻറ്റ്. ഹീമോഡയാലിസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 17. മെൻഷൻ വേരിയസ് സ്റ്റെപ്സ് ഇൻ ഹീമോഡയാലിസിസ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ബ്ലഡ് drains from a convenient artery is pumped into a dialyzing unit after adding an anticoagulant like heparin. രക്തം കൃത്രിമ വൃക്കയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹീമോഡയാലിസിസ്. ധമനിയിലൂടെ ഒഴുകുന്ന രക്തത്തെ കട്ടപിടിക്കൽ തടയുന്ന രാസവസ്തുവായ ഹെപ്പാരിൻ ചേർത്തതിന് ശേഷം
ഡയാലിസിസിന് ഉപയോഗിക്കുന്ന പ്രത്യേക യന്ത്ര സംവിധാനത്തിലേക്ക് കടത്തിവിടുന്നു. സെക്കൻഡ് സ്റ്റെപ്പ്, ദ യൂണിറ്റ് കണ്ടെയ്ൻസ് എ കോയിൽഡ് സെല്ലോഫെയിൻ ട്യൂബ് surrounded by a fluid called dialysing fluid having the same composition as that of plasma except the nitrogenous waste. ഡയാലിസിംഗ് യൂണിറ്റിൽ ചുരുണ്ടിരിക്കുന്ന സെല്ലോഫെയിൻ കുഴലിന് ചുറ്റും ഡയാലിസിസിന് ഉപയോഗിക്കുന്ന ദ്രാവകം കാണപ്പെടുന്നു. നൈട്രോജനിക മാലിന്യങ്ങളില്ലാത്ത പ്ലാസ്മയുടെ അതേ നിർമ്മാണ ഘടകങ്ങളുള്ള ദ്രാവകമാണ് ഡയാലിസിസ് ദ്രാവകം. തേർഡ് പോയിന്റ്, the porous cellophane membranes of the tube allows the passage of molecules based on concentration gradient. സെല്ലോഫെയിൻ കുഴലിലെ സുഷിരങ്ങളുള്ള സെല്ലോഫെയിൻ സ്തരം ഗാഢത വ്യത്യാസത്തിനനുസരിച്ച് തന്മാത്രകളെ കടത്തിവിടുന്നു. ഡയാലിസിസ് ദ്രാവകത്തിൽ നൈട്രോജനിക മാലിന്യങ്ങൾ ഇല്ലാത്തതിനാൽ ഈ പദാർത്ഥങ്ങൾ വളരെ സ്വതന്ത്രമായി പുറത്തേക്ക് സഞ്ചരിക്കുകയും അതുവഴി രക്തം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഫോർത്ത് സ്റ്റേജ്, ദ ക്ലിയർഡ് ബ്ലഡ് ഈസ് പമ്പ്ഡ് ബാക്ക് ടു ദ ബോഡി ത്രൂ എ വെയിൻ ആഫ്റ്റർ ആഡിംഗ് ആൻറ്റിഹെപ്പാരിൻ ടു ഇറ്റ്. ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിൽ ആൻറ്റിഹെപ്പാരിൻ ചേർത്തതിനു ശേഷം സിരകളിലൂടെ ശരീരത്തിലേക്ക് തിരികെ കടത്തിവിടുന്നു. ഹീമോഡയാലിസിസ് നടത്തുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. 18th question, നെയിം ആൻ ആൻറ്റികൊയാഗുലൻറ്റ്. ഹെപ്പാരിൻ. Question number 19, name the process when acute renal failure or kidney failure cannot be treated by dialysis or drug. Kidney transplantation. Question number 20, what is kidney transplantation? The process of grafting a new kidney from a suitable donor after removing the defective kidney is called kidney transplantation. രണ്ട് വൃക്കകളും പൂർണ്ണമായി തകരാറിലാവുമ്പോൾ വൃക്ക മാറ്റിവെക്കൽ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നു. ഇവിടെ ആതിഥേയൻ്റെ രോഗപ്രതിരോധ സംവിധാനം മാറ്റിവെക്കപ്പെട്ട വൃക്കയെ തിരസ്കരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ സാധ്യത കുറയ്ക്കുന്നതിനായി പ്രവർത്തനനിരതമായ വൃക്കയുടെ ദാതാവ് ഏറ്റവും അടുത്ത ബന്ധു തന്നെയാകുന്നതാണ് ഉത്തമം. ഇങ്ങനെ അനുയോജ്യമായ ദാതാവിൽ നിന്നും ആതിഥേയനിലേക്ക് വൃക്ക മാറ്റിവെക്കുന്ന പ്രക്രിയയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. Question number 21, name the condition in which insoluble mass of crystallized salt or oxalates formed within the kidney. Answer is renal calculi. വൃക്കയിലെ പരലുകൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. Question number 22, the inflammation of glomeruli of kidney is called a dash. Answer is glomerulonephritis. വൃക്കയുടെ ഗ്ലോമറുലസുകളിൽ ഉണ്ടാക്കുന്ന നീർവീക്കമാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. Question number 23, complete the following sentences. 1. Ascending limb of Henle's loop is dash to water. Answer is impermeable to water. Second one, descending limb of Henle's loop is dash to water, permeable to water. Number 3, an excessive loss of fluid from the body stimulates the hypothalamus to release dash hormone from the dash, antidiuretic hormone from the pituitary. ശരീരത്തിൽ നിന്നും ധാരാളം ജലം നഷ്ടപ്പെടുമ്പോൾ ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റഡ് ആവുകയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് ആൻറ്റിഡയൂററ്റിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. Question number 24, levels of ADH varies in various seasons in our body. Justify. When ADH production increases, body reabsorbs more water from urine, and when ADH production decreases, reabsorption of water from urine is very low. Water reabsorption in nephron is regulated by ADH. Demand of water in our body varies in different seasons, so production of ADH also varies. ശരീരത്തിൽ വെള്ളത്തിൻ്റെ പുനരാഗീരണം നടക്കുന്നത് നെഫ്രോണിൽ വെച്ചാണ്. ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് ADH ആണ്. ADHൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോഡി റീഅബ്സോർബ്സ് മോർ വാട്ടർ ഫ്രം ദ യൂറിൻ. എന്നാൽ ADH പ്രൊഡക്ഷൻ കുറയുമ്പോൾ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടറും കുറയുന്നു. ഡിഫറെൻറ്റ് സീസൺസിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ ഡിമാൻഡിന് വ്യത്യാസം വരുന്നു. അതുകൊണ്ട് പ്രൊഡക്ഷൻ ഓഫ് ADH ഓൾസോ വാരീസ്. Question number 25, the flow chart showing regulation of kidney function is given below. A. Fill up the gaps A, B, C. Question B. Mention the role of C. ഈ ഫ്ലോ ചാർട്ട് സൂക്ഷിച്ചു നോക്കൂ.
A is converted to B in the presence of renin produced by JGA cells. റെനിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം. ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റുന്നു. സോ ഹിയർ ആൻസർ എ ഈസ് ആൻജിയോടെൻസിനോജൻ, ബി ഈസ് ആൻജിയോടെൻസിൻ 1. ബി കോസസ് ഇൻക്രീസ്ഡ് ബ്ലഡ് വോള്യം, അതായത് ആൻജിയോടെൻസിൻ 1 കോസസ് ഇൻക്രീസ്ഡ് ബ്ലഡ് വോള്യം. ഇറ്റ് സ്റ്റിമുലേറ്റ് അഡ്രീനൽ ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് സി. So look at C. It is the hormone produced by adrenal gland, that is aldosterone. So first section of the flow chart completed. A is angiotensinogen, B is angiotensin 1, C is aldosterone. Now question B is, what is the role of C, that is aldosterone? Aldosterone helps to reabsorb water and salt from the collecting tubule. Question number 26. Lizards exhibit uricotelism. Give advantages of this type of nitrogen excretion. Uric acid is the least toxic nitrogenous product, so there is no harm if it remains in the body tissues for a long period. Second point is, it is insoluble in water and is eliminated in a solid state, so it does not require water elimination. Third point is, uricotelism is an adaptation of land animals to conserve water. Question number 27. Prepare a flow chart of events concerned with urine formation. Blood rich in urea, other waste and useful materials. It undergoes glomerular filtration, formation of primary urine, tubular reabsorption, tubular secretion, urine formation in kidney or collecting duct. Excretory products and their elimination എന്ന ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഫോക്കസ് ഏരിയ ബേസ്ഡ് ഈ 2 വീഡിയോകളിലായിട്ട് തന്നിട്ടുണ്ട്. നന്നായി പഠിക്കുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ, സബ്സ്ക്രൈബ് സുനൂസ് ബയോസ്, and thank you for watching this video.